മുസ്ലിം ലീഗ് കുറച്ചുകൂടി വർഗീയമായ നിലപാട് ഇപ്പോൾ എടുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെയും ഇന്നലെ മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. ഇന്നലെ ഈ പാലക്കാടൊക്കെ വിജയത്തിന് ശേഷം മുസ്ലിം ലീഗിനൊപ്പം SDP കൂടി ആഘോഷിച്ചു. അങ്ങനെ കുറച്ചുകൂടി ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ലീഗ് കുറച്ചും കൂടി മുസ്ലിം ഏകീകരണമാണ് കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ പിന്നെ വർഗീയവാദികളല്ലേ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം കൂട്ടായ്മ എന്നാണ്. പിന്നെ അതിനകത്ത് പിന്നെ വർഗീയത പറയേണ്ട കാര്യമില്ല. അവരാരെങ്കിലും ഒരു MLA നിർത്തിയിട്ടുണ്ടാകും ലീഗിലല്ലാതെ. ഒരു സംവരണ സീറ്റിൽ ഒരു രാമന കുട്ടപ്പനെ നിർത്തിയിട്ടുണ്ട്. ഇതല്ലാതെ ലീഗിൽ ഇതുവരെ ഒരു മതേതര പാർട്ടിയാണ് എങ്കിൽ അവർ ലീഗിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ ഓപ്പൺ കോട്ടായിൽ ഒരു ലീഗ് മുസ്ലിം അല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടോ? പറയട്ടെ അവർ. അപ്പോൾ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയൊന്നുമില്ല. ഇങ്ങനെ 4 വട്ടം വായിക്കിങ്ങനെ മതേതരെ പറ്റി ഒക്കെ പറയും. അതിനകത്ത് ഒരു കഥയില്ല. ഒരു മതമാണ്, മതപ്പാർട്ടിയാണ്. അതിൻ്റെ പേര് തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ്. എന്തോ അല്ലെ, അവരുടെ വർഗത്തെ പറ്റി അവർക്ക് നല്ല ബോധമാണ്. അത് നിങ്ങൾ കണ്ടാൽ മതി. അവരുടെ വർഗം നിങ്ങൾ എന്നെ കാടുകയറ്റം നോക്കാതെ. നിങ്ങൾ അവരുടെ കാര്യങ്ങൾക്കെല്ലാം നല്ല പ്രയോറിറ്റി കൊടുത്തല്ലേ അവർ ചെയ്യുന്നത്. അവർ വരണമിരുന്ന കാലത്തും ഞങ്ങളെല്ലാം ഒന്നിച്ച് ബായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ലം തന്നാ. പിന്നോക്ക സമുദായ മുന്നണിയിൽ നിന്നും സംവരണ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നടന്നതാണ്. ഞങ്ങൾക്കൊന്നും തന്നില്ല. മലപ്പുറത്ത് വല്ലതും തന്നാ, കാസർഗോഡ് തന്നാ, വയനാട് വല്ലതും തന്നാ. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവിടെ വർഗീയവാദി എന്ന വർഗ്ഗമില്ലാത്ത വാദികളെന്ന് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ സാമാന്യ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെ ഞാൻ ചോട്ടെ, ഇത്രയും കൊല്ലമായിട്ട് മുസ്ലിം ലീഗിനകത്ത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ സംവരണ സീറ്റിലല്ലാതെ അവർ നിർത്തിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ മതേതരം പറ.